നൂറ്റാണ്ടിൽ ഒരമ്മ മാത്രം പിറവി നൽകും കൺമണി, ആ പുണ്യ ജന്മമാണ് വെള്ളാപ്പള്ളി ശിന്താബാ ശിന്താബാ. നൂറ്റാണ്ടിൽ ഒരമ്മ മാത്രം പിറവി നൽകും കൺമണി, ആ പുണ്യ ജന്മമാണ് വെള്ളാപ്പള്ളി ശിന്താബാ ശിന്താബാ. ഈ ലീഗുകാരന്മാരുടെ ഒരു കാര്യം ആലോചിക്കുമ്പോ ചിരി 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 അള്ളാണല്ലോ എനിക്ക് ചിരി 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 ഊപ്പാട് വരെയോട് ആലോചിച്ച് ചോദിക്കാണ്. ഇവന്മാരുടെ ഒരു ഗതികേടെന്ന് ആലോചിച്ച് ചോദിക്കും. ലോകത്ത് അള്ളാഹു താല ഈ ഭൂമി മലയാളത്തിൽ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച അന്ന് മുതൽ ഈ 2026 ജൂൺ മാസം 2 തീയതി സൗദി ടൈം ഏതാണ്ട് 1:45 നാട്ടില് ഇന്ത്യൻ ടൈം 4:15 വരെ ഞാൻ പറയണം. ഇതുപോലെ ഗതികെട്ട ഒരു വർഗത്തെ അള്ളാഹ് സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹല്ല, ഞാൻ തമാശ പറയുന്നതല്ല. ഇത്രയ്ക്ക് മണ്ടന്മാര്, ഇത്രയ്ക്ക് ഗതികെട്ടവന്മാര് വേറെ ഇല്ല. ഞാൻ ആലോചിക്കുകയാണ്, കുഞ്ഞാപ്പയ്ക്കൊക്കെ 80,000 ഭൂരിപക്ഷം വാങ്ങിക്കൊടുത്ത ആ തലയിൽ തട്ടമിട്ട ബർദയിട്ട താത്താമാരും തലയിൽ തൊപ്പി വെച്ച താടി വെച്ച കാക്കാമാരെയൊക്കെ അവസ്ഥയെ കുഞ്ഞാപ്പ എന്തെങ്കിലും ഒഴിഞ്ഞോ ഈ കാര്യത്തെ കുറിച്ച്? കുഞ്ഞാപ്പ ഒഴിയത്തില്ല. കുഞ്ഞാപ്പ ആരാണ്? കുഞ്ഞാപ്പയ്ക്കൊക്കെ അറിയാം എന്താണ്. എന്തൊക്കെ കാണിച്ചാലും ഏണിയുടെ ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ കുത്താൻ തലച്ചോറില്ലാത്ത കുറെ വർഗ്ഗങ്ങളാണ് ഇവരെന്ന്. ഈ കുഞ്ഞാപ്പയ്ക്ക് 80,000 ഭൂരിപക്ഷം കൊടുത്തില്ലേ? ഇവരെ കുറിച്ച് 1400 വർഷം മുമ്പ് തന്നെ അള്ളാഹിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ആയതുകൊണ്ട് ഞാൻ പറയുന്നതിലും നല്ലത് യാഫിലൊക്കെ ഉസ്താദന്മാർ പറയുന്നുണ്ട്. കേട്ടോ, ഇതാ കേട്ടോ. ചിന്തിക്കുന്നവനെ സത്യം കണ്ടെത്താൻ കഴിയൂ. ചിന്തിക്കുന്നവനെ ഈ ലോകത്ത് അല്ലാഹനെ കണ്ടെത്താൻ കഴിയൂ. വെറുതെ മസ്തിഷ്കം പോയി എവിടെയെങ്കിലും പണയം വെച്ചാൽ, ആരുടെയെങ്കിലും ചിന്തകൾ വാടകയ്ക്കെടുത്താൽ, ആരുടെയെങ്കിലും ആശയങ്ങൾ വാടകയ്ക്കെടുത്താൽ, ആ വാടകയ്ക്കെടുക്കൽ കൊണ്ട് നിനക്ക് അല്ലാഹനെ കണ്ടെത്താൻ കഴിയില്ല, നിനക്ക് ആഖിറത്തെ കണ്ടെത്താൻ കഴിയില്ല. ചിന്തിക്കാൻ നിനക്ക് കഴിയണം. ചിന്തിക്കാനല്ലയോ നിനക്ക് ഞാൻ ഹൃദയം തന്നത്, കാണാനല്ലയോ നിനക്ക് ഞാൻ കണ്ണ് തന്നത്, കേൾക്കാനല്ലയോ നിനക്ക് ഞാൻ കാത് തന്നത്. കേൾക്കാൻ തന്ന കാതുകൊണ്ട് കേൾക്കേണ്ടത് കേൾക്കാത്തവർ, കാണേണ്ട കണ്ണുകൊണ്ട് കാണേണ്ടത് കാണാത്തവർ, ചിന്തിക്കേണ്ട ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്തവർ, അവര് നാൽക്കാലികളെക്കാൾ അതപ്പതിച്ചവരാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, അല്ല നിങ്ങൾ ഞാൻ പിന്നെ എന്താ പറയണ്ടേ? BJP അല്ല CPM ആണ് നമ്മുടെ ശത്രു എന്ന് പറഞ്ഞ കുഞ്ഞാപ്പ പാർലമെന്റിൽ വോട്ടെടുക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി ചെമ്പിന്റെ മറഞ്ഞിരുന്ന കുഞ്ഞാപ്പായ്ക്ക് 80,000 ഭൂരിപക്ഷം കൊടുക്കണമെങ്കിൽ ഈ വറ്റകളെ കുറിച്ച് പിന്നെ ഞാൻ വേറെ എന്താ പറയണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇലക്ഷന് മുമ്പ് നമ്മൾ പറഞ്ഞു ഏത് BJPയുടെ B ടീമാണ് കോൺഗ്രസ്, ആ കോൺഗ്രസിലെ ഒരു അംഗമാണ് ലീഗ്. BJPക്കെതിരെ സംഘപരിവാറിനെതിരെ ഇവർ പോരാട്ടം നടത്തത്തില്ല. ആലോചിച്ചും കണ്ടുവെക്ക്. പിന്നെ ഈ ജനാധിപത്യപരമായിട്ടല്ല കോൺഗ്രസ് അധികാരത്തിൽ വന്നതെങ്കിലും ഈ 80,000 ഭൂരിപക്ഷം പറഞ്ഞു നടക്കുന്ന ലീഗുകാരെ കുറിച്ചാണ് പറയുന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ? ഈ ലീഗുകാർക്ക് എവിടെയെങ്കിലും സംഘപരിവാറിനെതിരെ പോരാട്ടം നടത്തിയ ഒരു ചരിത്രമുണ്ടോ? ഇല്ല. നാഗ്പൂരിൽ ഒരുമിച്ച് ഭരിച്ചുള്ള ചരിത്രമാണുള്ളത്. കേരളത്തിൽ നാരങ്ങാ വെള്ളം കലക്കി കൊടുത്തിട്ടുള്ള ചരിത്രമാണുള്ളത്. ഇന്ന് വരെ ഒരു ലീഗുകാരനും സംഘപരിവാറിന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നിന്നിട്ടില്ല. അപ്പൊ ചോദിക്കും കോൺഗ്രസ്സുകാരൊന്നും. കോൺഗ്രസ്സുകാർ നിന്നിട്ടില്ല. സംഘപരിവാറിന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നിന്നിട്ടുള്ളത് ആരാ? സഖാക്കളാണ്, ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അത് ചിന്തിക്കാനുള്ള തലച്ചോറില്ലാത്തവരെ കുറിച്ചാണ് അള്ളാന്റെ ഖുർആനിൽ പറഞ്ഞത്, നിങ്ങൾ 4 മൃഗങ്ങളെക്കാൾ അത് പതിച്ചവരാണെന്ന്. പണ്ടൊക്കെ ലോകത്ത് മുസ്ലിം സഹോദരങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ നമ്മൾ പറയുമായിരുന്നു അത് ഇന്ത്യക്ക് പുറത്തല്ലേ എന്ന്. പിന്നെ സംഘപരിവാറിന് ശക്തി കൂടി വന്ന് ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുസ്ലിം സഹോദരങ്ങളും ക്രിസ്ത്യൻ സഹോദരങ്ങളും ആക്രമിക്കപ്പെട്ടപ്പോൾ നമ്മൾ പറഞ്ഞു അത് കേരളത്തിന് പുറത്തല്ലേ എന്ന്. ഇപ്പോൾ അതാ കേരളത്തിനകത്തോട്ടും എത്തിക്കഴിഞ്ഞു. ഞാൻ പിന്നെ വേറൊരു കാര്യമുണ്ട്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ സംഘപരിവാർ ആക്രമിക്കാൻ വന്നാൽ അതിന്റെ മുമ്പിൽ പ്രതിരോധ കോട്ട കെട്ടി ആരുണ്ടാവും? ഇടതുപക്ഷവും സഖാക്കളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്. പക്ഷേ എനിക്ക് ഇടതുപക്ഷത്തോട് പറയാറുള്ളത്, ഈ മലപ്പുറമാണല്ലോ ഈ സംഘപരിവാറിന്റെ പ്രധാന അജണ്ട. മലപ്പുറത്തെ കുറിച്ചാണല്ലോ അവർ പറയുന്നത്. ഈ മലപ്പുറത്ത് പറയാൻ കാരണം എന്താ? പാണക്കാടന്മാര് നേതൃത്വം കൊടുക്കുന്ന ഈ തലച്ചോറില്ലാത്ത ഏറ്റവും കൂടുതലുള്ളത് അവിടെയാണ്. അപ്പോ ഈ മലപ്പുറത്ത് സംഘപരിവാർ കയറി നിരങ്ങുമ്പോൾ നമ്മൾ ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടാൽ മതി. പക്ഷേ യഥാർത്ഥ വിശ്വാസി ഏണി മതക്കാരെ ഒഴിച്ച്, അതായത് ഈ പാണക്കാടന്മാരുടെ സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കുന്ന ഏണി മതം ഉണ്ടല്ലോ, അതിൽ വിശ്വസിക്കുന്നവര് അവരുമായിട്ടായിക്കോട്ടെ. അതല്ലാതെ ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കുമ്പോൾ മാത്രം നമ്മൾ ഇടപെട്ടാൽ മതി. മനസ്സിലാവുന്നുണ്ടല്ലോ. അല്ലാണല്ലോ ഞാൻ ഈ ഞാൻ പിന്നെ വെള്ളാപ്പള്ളി സാർ, നിങ്ങൾ കിടുവാണ് കേട്ടോ. നിങ്ങൾ മലപ്പുറത്തെ കുറിച്ച് ഇനിയും പറയണം. കാരണം നിങ്ങൾ ഒരിക്കലും കേരളത്തിലെ മുസ്ലിം സമുദായത്തെ കുറിച്ചല്ല പറഞ്ഞതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും അത് പറഞ്ഞപ്പോൾ ഞാൻ അതിനെതിരെ പ്രതികരിക്കാത്തത്. സാർ, നിങ്ങൾ മലപ്പുറത്തെ ഈ ഏണി മതക്കാരെ കുറിച്ച് സാർ ഇനിയും പറയും. നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആണ് കേട്ടോ. സത്യം പറഞ്ഞ തലച്ചോറില്ല അവറ്റകൾക്ക്. നിങ്ങൾ ഇനിയും പറയണം. പക്ഷെ മുസ്ലിം സമുദായത്തെ നിങ്ങൾ പറയില്ല എന്ന് 100% ഉറപ്പുള്ള ഒരാളാണ്. മലപ്പുറത്തെ മുസ്ലിം സമുദായത്തെ കുറിച്ച് നിങ്ങൾ പറയില്ല. കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തെയും
മുസ്ലിം സമുദായത്തെക്കുറിച്ച് നിങ്ങൾ വെള്ളാപ്പള്ളി സാർ നിങ്ങൾ പറയില്ല. നിങ്ങൾ പറഞ്ഞത് മലപ്പുറത്തെ ഏണി മതക്കാരെ കുറിച്ചാണ്. അതിന് ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല. സാർ ഇനിയും പറയണം, ഇവറ്റകളെ കുറിച്ചെങ്കിലും പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ഒരിക്കൽ കൂടെ, നൂറ്റാണ്ടിലൊരൽപ്പം പിറവി കൊള്ളും കൺമണി, ആ പുണ്യജന്മമാണ് വെള്ളാപ്പള്ളി സിന്ദാബാ. യാ സയ്യിദ് പാണക്കാടന്മാർ എന്ന് വിളിച്ച ലീഗുകാരൊക്കെ ഇനി യാ സയ്യിദ് വെള്ളാപ്പള്ളി എന്ന് വിളിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. എല്ലാവർക്കും നന്മകൾ നേരുന്നു.